ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വയറ് ഫുള്ളായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമ്മൾ നേന്ത്രപ്പഴം മുട്ടയും കൊണ്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. ഒരു പിടി കാഷ്യൂനട്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വളരെ കുറച്ച് മാത്രം മതി. നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ നമുക്ക് മധുരം ഒഴിവാക്കാം. ഇപ്പം ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, ഷേപ്പിലൊന്നും ഒരു വിഷയമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വേറെ ഏതെങ്കിലുമൊക്കെ നട്ട്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കാഷ്യൂനട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്യൂനട്ട് ഞാനിവിടെ 2ആയിട്ട് പിളർന്ന് വെക്കുന്നുണ്ട്. മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ചൂടുകട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. റൈസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഏതൊക്കെ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ നെയ്യിൽ വറുത്ത് കോരി ആദ്യം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ കാഷ്യൂനട്ട് ഇവിടെ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സെയിം അതേ നെയ്യിലേക്ക് നമുക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് നെയ്ക്കകത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ടയും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പഞ്ചസാര, ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതൊരു 1/4 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കില്ലേ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്